ഇപ്പോഴല്ല, ഒരു 4-5 മാസത്തിന് മുന്നേ എനിക്കൊരു കസ്റ്റമർ വന്നു. ഒരു നെസ്റ്റോയിലുള്ള ചെക്കനാണ്, വിവിയുടെ കേട്ടോ, നെസ്റ്റോയിലുള്ള ചെക്കനാണ് അവൻ. എന്നിട്ട് അവൻ എന്നോട് ചോദിക്കുകയാണ്, ചേച്ചി എനിക്ക് സർവീസ് ഒന്നും വേണ്ട, ചേച്ചി എന്നെ ഉപദ്രവിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ ഉപദ്രവിക്കേ? അതെന്താ ചേച്ചി? അതൊന്നുമല്ല, ഞാൻ ചേച്ചിയുടെ അടിമയായിട്ടിരിക്കും. അങ്ങനെ ആൾക്കാരുണ്ട്. ചേച്ചിയുടെ അടിമ, എനിക്ക് ചേച്ചി, അതായത് ആ പുള്ളിക്കാരൻ എൻ്റെ അടിമയാവണം. അവന് സെക്സ് ഒന്നും വേണ്ട, അവൻ നമ്മളൊന്നും ചെയ്യില്ല, അവനെ നമ്മളൊന്നും ചെയ്യണ്ട. അവനെ ചെയ്യേണ്ടത് ഇത്ര മാത്രം: അവനെ തല്ലുക, അവനെ ചെരുപ്പ് വെച്ച് കുത്തുക, കത്തിയുടെ തുമ്പ് വെച്ച് കുത്തുക, ഇതൊക്കെയാണ് അവനിഷ്ടം. കാശും തരും, പക്ഷെ എനിക്ക് അതിനോട് താല്പര്യം. ഞാൻ എടുത്തില്ല കസ്റ്റമറെ, ഞാൻ അറ്റൻഡ് ചെയ്തില്ല. കാരണം അയ്യോ അങ്ങനത്തെ കസ്റ്റമർ ഉണ്ടോ? അപ്പോൾ ഉണ്ട്. അതായത് ഈ ഒരുപാട് ഇംഗ്ലീഷ് സിനിമ, ഇംഗ്ലീഷ് വീഡിയോസൊക്കെ കാണുമ്പം ചില ആളുകൾക്ക് അതിനൊരു പേരുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് ബിജി ലൈവിൽ പറഞ്ഞത്. ഇല്ല, ഞാൻ പറഞ്ഞു. കാരണം അങ്ങനത്തെ 2-3 കസ്റ്റമർക്ക്, എനിക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അങ്ങനത്തെ. അത് കുറേ സൈക്കോ ഉണ്ട് വിവിയായിട്ട് അങ്ങനത്തെ കസ്റ്റമർ ഉണ്ട്. ഞാൻ ഇപ്പോഴല്ല കേട്ടോ ചേട്ടാ, ഞാൻ പണ്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്കിതിനെ കുറിച്ച് അറിയത്തില്ല. അപ്പം നമുക്ക് അന്ന് പൈസയ്ക്ക് ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ അവരോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കത് പോരാ, നക്കി പൊളിക്കും ഞാൻ. നീ നക്കിക്കോ, പെങ്ങൾ ഫ്രീ അല്ലേ, ഞങ്ങൾ 1.5 മണിക്കൂർ 2.5 മണിക്കൂർ ഇങ്ങനെ നക്കി കൊടുക്കും. നീ അതിൻ്റെ ആളെ നമുക്കറിയാം, പക്ഷെ എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല. എന്നിട്ട് പേടിച്ചിട്ടുണ്ട് വിജി. ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ഒരു കസ്റ്റമർ ഞാൻ അറ്റൻഡ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. നീ പേടിച്ചിരിക്കല്ലേ? സത്യമല്ലേ ചേട്ടാ? എനിക്കതൊന്നും ഇഷ്ടമല്ല, നിങ്ങൾക്കറിയാലോ. അപ്പം ബിജി ആൻറ്റിയെ മതി, ആ കുഞ്ഞിൽ നിന്ന് ഇപ്പം കിട്ടും, നോക്കിയിരുന്നോ. എന്നിട്ട് ആ തത്തുക്കുട്ടി അങ്ങനെ ഉണ്ട്, അങ്ങനെ സൈക്കോ ഉണ്ട് മോളെ. നമ്മളറിയാൻ കിട്ടാ. പിസ്കോ അല്ല, അവർ ഉപദ്രവിക്കില്ല. നമ്മൾ ഉപദ്രവിക്കത്തില്ല, നമ്മളവരൊന്നും ചെയ്യില്ല. അതായത് ഒരു പെണ്ണിനെ ഇപ്പൊ ഞാൻ എൻ്റെ അടുത്ത് അവൻ വന്നു, അവൻ നമ്മളൊന്നും ചെയ്യില്ലടോ. നമ്മുടെ വിരലെ തൊടുകയോ അല്ലെങ്കിൽ നമ്മളിവിടെ ഉമ്മ വയ്ക്കുകയോ നമ്മളൊന്നും ചെയ്യില്ല. നമ്മൾ ലേഡിയായി അവനെ പിച്ചല്ല, ഹീലിൻ്റെ ചെരുപ്പ് വേണം. ഹീലിൻ്റെ ചെരുപ്പ് വെച്ച് ചവിട്ടുക, കുത്തുക, അവൻ്റെ പുറത്തെ കൂടെ നടക്കുക, അവനെ ചാട്ടവറച്ചടിക്കുക, വടിയെടുത്ത് അടിക്കുക, ചട്ടകം വെച്ചടിക്കുക, ഇതൊക്കെയാണ് അവൻ്റെ ഇത്. അതിലൂടെ അവർ ഹരം കൊണ്ട് നടക്കുന്നു. മനസ്സിലായോ? അങ്ങനെ ഉണ്ട്. ഞാൻ പറഞ്ഞു, അവർ ഉപദ്രവിക്കുക, നമ്മളൊന്നും ചെയ്യില്ല. അവർ നമ്മുടെ ഒരു കാലിന്റെ വിരലിൽ പോലും അവർ തൊടില്ല. അങ്ങനെയാ അത്. അങ്ങനെ സെക്സ് ആഗ്രഹിക്കുന്ന അതിലൊരു സുഖമുണ്ട് മൈന, അതായിരിക്കും. ഞാൻ ആകെ ഒരു വട്ടം അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ, ഞാൻ ചെയ്യില്ല, എനിക്ക് പേടിയാ. ചെരുപ്പ് നക്ക, അങ്ങനത്തെ വീഡിയോസ് ഉണ്ട്. അതന്നെ, നമ്മുടെ ചെരുപ്പ് എടുത്ത് നക്കുക, നമ്മളിട്ട ചെരുപ്പ് മുമ്പ് വയ്ക്കുക. അതേ ടീച്ചർ ഒരു തരം അല്ല കേട്ടാ. അതിൽ മൈന നമ്മളിട്ട ചെരുപ്പ് ഉമ്മ വെച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ശരിക്കും ഇത് മൈന. പിന്നെ നമുക്ക് കാശല്ലേ വല്ലത്, ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും. പിന്നെ ഞാൻ എന്താക്കാൻ പറ്റും? നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ല, അവനെ ഉപദ്രവിക്കുക, അത്രേ ഉള്ളൂ. നമ്മുടെ ചെരുപ്പ്, നമ്മുടെ ഡ്രസ്സ്, ഇതൊക്കെയാണ് അവരെ ആഗ്രഹം. അങ്ങനെയുണ്ട്. പിന്നെ നമ്മളുടെ വള, അതിൽ ഒരു കുപ്പിവള കൂരിച്ചു, ചേച്ചി ഒരു വള തരാമോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ഒരു വള കൊടുക്കണം. അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ കുറെ നമുക്കറിയാവുന്നതാണ് മൈന. ഒരു പലതരം ആണുങ്ങളുണ്ട് സൈക്കോ. അന്ന് അവർക്ക് കല്യാണം കഴിച്ചവർക്ക് മക്കളൊക്കെ ഉള്ള ഭയങ്കര സ്നേഹമാവും അവർക്ക്. കറക്റ്റാണ്. അങ്ങനെയുള്ളവർക്ക് ഭയങ്കര സ്നേഹം. കാരണം എനിക്കത് മനസ്സിലായി, എനിക്ക് അവരെ കുറിച്ച് അറിയാവുന്നതുകൊണ്ട് നമുക്കറിയാം. പക്ഷെ മറ്റുള്ളവർക്ക് അത് അങ്ങനെ അറിയത്തില്ലല്ലോ. അവർ വിചാരിക്കുന്നത് ഒരു പ്രാന്താണെന്നാണ്. പക്ഷെ അല്ല, അങ്ങനെയുള്ളവരെ മനസ്സ് ശുദ്ധമാണ്. അവർക്ക് സെക്സോ ഒന്നും വേണ്ട, അവർക്ക് വാണം വിടാനോ ഒന്നുമല്ല. അവരൊരു ആഗ്രഹം, നമുക്കൊരു ബുദ്ധിമുട്ടില്ല അതിൽ, അത്രേ ഉള്ളൂ. എനിക്ക് അറിയാവുന്നതാണ്. ഞാൻ അങ്ങനത്തെ കസ്റ്റമർ ഒരാളെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു തരം രോഗമാണ്, പക്ഷെ ഉപദ്രവിക്കില്ല, അവർക്ക് വേറെ ഒന്നും വേണ്ട. കറക്റ്റ്, അതാണ്. അങ്ങനത്തെ കസ്റ്റമേഴ്സ് എനിക്ക് വരാറുണ്ട്. എനിക്ക് ആദ്യമൊക്കെ പേടിയായിരുന്നു, പിന്നെ ഞാൻ 1 വട്ടം 2 വട്ടം അങ്ങനെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ബിജി എക്സിക്യൂട്ടീവ് ആണോ? അല്ലടാ, എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ മലയാളീസ് തന്നെ കേട്ടോ. മലയാളികൾ അങ്ങനത്തെ ഇപ്പം ഈ 197 പേരിലും ഇഷ്ടംപോലെ ആളുകൾ അങ്ങനത്തെ ഉണ്ടാവും. അങ്ങനത്തെ സെക്സ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അവരിവിടെ പറയാത്തയാണ്. സ്വത്തുള്ള പോടാ വിടവിലാണ് മൈനു. അതൊക്കെ ശ്രദ്ധിക്കണം.
പിന്നെ എനിക്ക് സെക്സ് വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് സെക്സിൽ അവർ ആരാൻ്റെ പെണ്ണുങ്ങളെ ഒന്നും ചെയ്യില്ല, വെറും ആസ്വാദനം മാത്രം. കറക്റ്റ്, അവരതിൽ ആസ്വദിക്കുകയാണ്, അതാ. പക്ഷെ അവരുടെ പെണ്ണുങ്ങളെ ഇതുപോലെ ഉപദ്രവിക്കുമായിരിക്കും? ഇല്ല, അവരുടെ പെണ്ണുങ്ങൾ അവർ ഉപദ്രവിക്കില്ല. അവരെ പെണ്ണുങ്ങൾ അവർ സെക്സ് ചെയ്യും. അവരെ ആഗ്രഹം മറ്റുള്ള പെണ്ണുങ്ങളുടെ അടുത്ത് പോയി തീർക്കും, അതാണ്. എടാ അതിങ്ങനെ നമ്മൾ ഓരോ വീഡിയോസ് കണ്ടിട്ടില്ലേ, ഓരോ പെണ്ണുങ്ങൾ അവന്മാരെ തല്ലി കാലിൻ്റെ വിരൽ കൊടുക്കല്, അത് കണ്ടിട്ടില്ല? അതേപോലെ ഒരു സൈക്കോ അങ്ങനെ ചെയ്യാനൊരു പൂതി. അതിന് ഓരോ പേര് പറയും, എനിക്കറിയില്ല അതിനെക്കുറിച്ച്. എൻ്റെ അടുത്തൊന്നും വന്നിട്ടില്ല അങ്ങനത്തെ ഉള്ളൂ. ഞാൻ പോയി ബിച്ചിയേ. ഓക്കെ, ഇന്നത്തെ കത്തിക്കൽ കഴിഞ്ഞ് നമ്മുടെ ക്ലാസ് കത്തിച്ചില്ലേ നമ്മൾ ലൈവ് കത്തിച്ചില്ലേ, എല്ലാവരും സുഖിച്ചില്ലേ? അവിടെ ഒന്ന് ഇരുന്ന് ഇരിപ്പിൻ്റെ എൻ്റെ ബിബിയേട്ട. എനിക്ക് പിന്നെ സെക്സിനോടൊന്നും അങ്ങനെ വലിയ താല്പര്യമില്ല. എനിക്കൊരു ഉമ്മ തരുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല. അത് നിങ്ങൾക്ക്, എനിക്ക് കിസ് വയ്ക്കുന്നത് പോലും ഇഷ്ടമില്ലാത്ത ഒരാളെന്നാണ് സെക്സിൽ. ഞാൻ അങ്ങനത്തെ ഒരാൾ. എനിക്ക് അതൊന്നും തീരെ ഇഷ്ടമല്ല. എന്താ വൈകിച്ചിരിക്കുന്നത്? അവിടെ സത്യമായിട്ടും സീരിയസ്ലി ഞാൻ നുണ പറയണ. പിന്നെ എന്താണ് ഇഷ്ടം? എനിക്ക് സെക്സിൽ അതേ എല്ലാവരും സുഖിച്ചു ഓർത്തു വിടുന്നുണ്ടായിരിക്കും. ബിജി ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോ. അല്ല വിവേട്ടാ, എനിക്ക് സെക്സിലാതൊന്ന് വെള്ളം കുടിക്കുക, ക്ഷീണിച്ചു. ജ്യൂസ് വിളിച്ചു പറഞ്ഞാലൊന്നും ആലോചിക്കാം. ഒരു പെക്ക് തരൂ? ഇല്ല. ബിജിക്ക് ഫോർപ്ലേ ആണ് ഇഷ്ടം. എനിക്ക് ഫോർപ്ലേ ഇഷ്ടം. എനിക്ക് ഉടനെ കയറിയിട്ട് ഇങ്ങനെ അടിക്കണമെന്ന് എനിക്കിഷ്ടമല്ല. എനിക്ക് സെക്സിലൊന്നും ഇഷ്ടമല്ല. പിന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവ്, അല്ല ഞാൻ കാര്യത്തിൽ പറയാനുണ്ട്. ഞാനിപ്പോൾ ബിജിക്ക് കഴുത്ത്, അതായത് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ 6 വർഷം ഇരിച്ചപ്പോൾ എൻ്റെ ഭർത്താവ് എന്തിനോ വേണ്ടി അതിൻ്റെ സാധനം എഴുതിക്ക് അവൻ കുത്തിക്കിട്ടത്, അത് അത്രേ ഉള്ളൂ. അല്ലാതെ അത് കഴിഞ്ഞ് ഞാൻ സ്നേഹമില്ല. എനിക്കതൊന്നും ഇഷ്ടം. നമുക്കൊരു ഫോർപ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നേരം ഇങ്ങനെ ഉമ്മ വെച്ച് നെഞ്ചത്ത് കിടന്ന് മാറി കുറേ നേരം ഇങ്ങനെ സംസാരിച്ച് ഇവിടെ ഉമ്മ വെച്ച് എനിക്ക് അതൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. ഞാൻ അങ്ങനെ അതും ഒരുപാട് നേരം മണിക്കൂറോളം നമ്മളിങ്ങനെ സൂക്ഷിക്കണം. വർത്താനം ഉടനെ ഒന്നും ഒരു പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞിട്ട് 2 കാലുകളൊക്കെ കയറ്റി അടിക്കലല്ല. അല്ല വിവിയായിട്ട് അതൊന്നും അല്ല. നമ്മൾ പതുക്കെ ഒരാണായാലും പെണ്ണായാലും കുറേ നേരം വർത്താനം പറഞ്ഞു അവളുടെ അടുത്ത് പോയി കുറച്ച് 2-3 രീതിയിലൊക്കെ സംസാരിച്ച് ഒന്ന് പോയേ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ അങ്ങോട്ട് രസിക്കണല്ലേ. അതെ, അങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ച് മുത്തേന്നൊക്കെ വിളിച്ച് എന്നൊക്കെ കാണിച്ച് അടുത്തിരുന്ന് തലോടി. കുറേ ആളുകൾ ഉണ്ടാകില്ലേ, വേറെ ഒന്നും വേണ്ട, സംസാരം അതി പറഞ്ഞു വരുന്നവർ. അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിട്ടുണ്ട് കൂട്ടായിട്ട്. എനിക്ക് ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എന്നെ കാണാൻ മാത്രം വരുന്നവരുണ്ടായിട്ടുണ്ട്, വർത്താനം പറയാൻ മാത്രം ഉണ്ടായിട്ടുണ്ട്. ഇവന്മാരെയൊക്കെ വിചാരം മറ്റേതാണെന്നല്ല ഒരു വിചാരം. അങ്ങനെ ഒന്നുമല്ല. എനിക്ക് ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് വരാറുണ്ട്. ചിലപ്പോൾ എന്നെ കാണാനായിരിക്കും വരുന്നത്. അല്ല എനിക്ക് അതൊക്കെ ഇഷ്ടം. കുറച്ചേരം ഇങ്ങനെ സംസാരിക്കുക, ഒന്നിങ്ങനെ കഴുത്തേൽ ഉമ്മ വയ്ക്കുക, മുടി തലോടുക, മുത്തേ ചക്കരെ എന്നൊക്കെ വിളിച്ച് എന്നൊക്കെ, അതൊക്കെയാണ് എനിക്കിഷ്ടം. ഞാൻ അങ്ങനത്തെ ഒരാളാട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടം കഴുത്താണ്.